100 എന്ന നമ്പറിലേക്ക് എൻ ഡി എത്തുന്നു. 100 ആ ടാലി അപ്ഡേറ്റ് ചെയ്യൂ. 100ലേക്ക് സെഞ്ചുറി തികയ്ക്കുന്നു. 155 എന്ന നിലയിലേക്ക് 100 എൻ ഡി എ, 55 മഹാഗഡ്ബന്ധൻ, 5 ജൻ സുരാജ് പാർട്ടി 100 കടന്നിരിക്കുന്നു. ഇതൊരു തേരോട്ടത്തിന്റെ തുടക്കമാണോ? ഇതാ നിതീഷ് കുമാർ ഒരിക്കൽ കൂടി പടലീപുത്രത്തിന്റെ അധിപനാകാൻ നിതീഷ് കുമാർ വരികയാണോ? 100 ദേശീയ ജനാധിപത്യ സഖ്യം മുന്നിലാണ്. നിതീഷ് രാജ് തുടരും എന്നതിന്റെ സൂചനയാണോ? ഇതൊരു ട്രെൻഡായി മാറുമോ? 100 തികച്ചിരിക്കുന്നു. ആദ്യത്തെ ഫലസൂചന അനുസരിച്ച് പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്ന് വരുന്ന ഫലസൂചന അനുസരിച്ച് 165 സീറ്റുകളിലെ ഫലസൂചനകൾ വരുമ്പോൾ അതിൽ 100ലും 165 ഫലസൂചനകൾ വരുമ്പോൾ അതിൽ 100ലും എൻ ഡി എ ആണ്. ഇതാ നിതീഷ് രാജ് എന്ന ബീഹാർ ഒരിക്കൽ കൂടി രാജ്യത്തോട് പറയുകയാണോ? കാത്തിരിക്കണം അല്പസമയം കൂടി. സ്ക്രീനിലൊരു ഫാൻസി നമ്പറാണ് 100, 55, 5, 5. 100 എൻ ഡി എ, 55 MGB മഹാഗഡ്ബന്ധൻ. 100 ക്രോസ് ചെയ്തിരിക്കുന്നു. എൻ ഡി എയുടെ ലീഡർ നിതീഷ് കുമാർ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണോ? ആ തേരോട്ടത്തിന്റെ തുടക്കമാണോ, സൂചനയാണോ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആദ്യത്തെ 3/4 മണിക്കൂറിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ട് കൂടി എണ്ണിത്തുടങ്ങിയ സമയമാണ്. കൂടുതൽ മണ്ഡലങ്ങളിലെ ട്രെൻഡ് പുറത്തേക്ക് വരികയാണ്. 103 എൻ ഡി എ 103 ലീഡ് ചെയ്യുന്നു. 55 മാത്രമാണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത്. JSP 5 അപ്രതീക്ഷിതമായ ലീഡുണ്ട്. 2-3 സീറ്റുകൾ ഒരുപക്ഷെ വിജയിച്ചേക്കുമെന്ന സർവേ പ്രവചനങ്ങളൊക്കെ ഉണ്ടെങ്കിലും 5 JSP ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ്. ആദ്യ മണിക്കൂറിൽ ആദ്യത്തെ 45 മണിക്കൂറിലേക്ക് 3/4 മണിക്കൂറിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങി എത്തുമ്പോൾ ആദ്യത്തെ 168 മണ്ഡലങ്ങളിലെ ഫലശ്രുതി വരുമ്പോൾ 103 എൻ ഡി എ, 55 MGB, JSP 5, മറ്റുള്ളവർ 5 ലീഡ് ചെയ്യുന്നു. 103 സീറ്റുകളിൽ മുൻപിലാണ്. ബസന്ത് തുടരുകയുണ്ട് ഡൽഹിയിൽ. ബസന്ത്, നേരത്തെ പറഞ്ഞതുമാതിരി വനിതകളുടെ വോട്ട് നിതീഷ് കുമാറിന് അനുകൂലമായിട്ടാണ് വന്നത് എങ്കിൽ 70 കടന്ന പോളിംഗ് ഒരുപക്ഷെ ഒരു പ്രോ ഇൻകംബൻസിയുടെ സൂചനയായി വന്നതാകാമല്ലോ. ഉറപ്പായിട്ടും സ്ത്രീ വോട്ടർമാരുടെ വലിയ തോതിലുള്ള ഒരു പോളിംഗ് നിതീഷ് കുമാറിന് അനുകൂലമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി എൻ ഡി എയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയാം. മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഈ ജനസുരാജ് പാർട്ടി, അതായത് പ്രശാന്ത് കിഷോറിൻ്റെ ജനസുരാജ് പാർട്ടി 6% വരെ വോട്ട് പിടിക്കുകയാണെങ്കിൽ 121 മുതൽ 160 എന്നുള്ള ഈ എക്സിറ്റ് പോളുകളിൽ വന്ന ഫലം കൃത്യമായി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അതായത് ജനസുരാജ് പാർട്ടി പിടിക്കുന്നത് എൻ ഡി എ വിരുദ്ധ വോട്ടുകളാണ് എന്നുള്ളൊരു സൂചനയാണ് അതിൽ നിന്നും ലഭിക്കുന്നത്. അതായത് 6% വരെ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ 121 അപ്പുറത്തേക്ക് എൻ ഡി എ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനേക്കാൾ വോട്ട് പിടിക്കാൻ ജനസുരാജ് പാർട്ടി കഴിയുകയാണെങ്കിൽ 160 എന്നുള്ള ആ ടാർഗറ്റിലേക്ക് BJP എത്തും എന്നുള്ളത് തന്നെയാണ് കണക്ക്. ഇതിൽ വേറൊരു ഘടകം ഈ എക്സിറ്റ് പോളുകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു മറ്റൊരു ഘടകം ഈ ചെറുപ്പക്കാരുടെ വോട്ട്, അതായത് 18 വയസ്സ് മുതൽ ഏകദേശം 25-30 വയസ്സ് വരെയുള്ള ആ ബ്രാക്കറ്റിൽ വരുന്ന വോട്ടുകളിൽ കൂടുതലും മഹാഗഡ്ബന്ധനാണ് അനുകൂലമായിരുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകളിൽ കാണുന്നത്. അപ്പോൾ ചെറുപ്പക്കാരുടെ വോട്ടുകൾ, അതായത് പുതിയ തലമുറ ഒരു മാറ്റത്തിനായിട്ട് തേജസ്വി യാദവിനോടൊപ്പം നിൽക്കുമ്പോഴും ആ പഴയ ഒരു അല്ലെങ്കിൽ പിന്നീട് വരുന്ന തൊട്ട് മുമ്പിലുള്ള ആ തലമുറയ്ക്ക് പഴയ ആ ലാലു പ്രസാദ് യാദവിൻ്റെ ഗുണ്ടാരാജ് എന്നുള്ള അല്ലെങ്കിൽ ജംഗിൾ രാജ് എന്നുള്ള ആ ഭരണത്തിൻ്റെ ആ ഒരു പ്രതീതി അവിടെ വരുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ വന്നിരുന്നു. ഒന്ന്, ലാലു പ്രസാദ് യാദവ് ഇന്ന് അത്ര വിസിബിൾ ആയിരുന്നില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. പലയിലും തേജസ്വി യാദവ് തന്നെയായിരുന്നു ഒരു പോസ്റ്ററുകളിലൊക്കെ നിറഞ്ഞു നിന്നത്. അപ്പോൾ ലാലു പ്രസാദ് യാദവ് അവിടെ വരുമ്പോൾ പഴയ ഓർമ്മകൾ അവിടെയുള്ള പഴയ തലമുറയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ആ പഴയ ജംഗിൾ രാജ് അല്ലെങ്കിൽ ആ ഒരു ഗുണ്ട പ്രവർത്തനങ്ങളുടെ ആ ഒരു ഓർമ്മകൾ കടന്നു വരുന്നത് കൊണ്ടാവാൻ ചിലപ്പോൾ തേജസ്വി യാദവിൻ്റെ ചിത്രങ്ങൾ മാത്രം RJDയുടെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ്റെ പോസ്റ്ററുകൾ നിറഞ്ഞു നിന്നത് എന്നുള്ളൊരു ഘടകമാവാം. മറ്റൊന്ന്, ഒരു നേതാവെന്നുള്ള രീതിയിൽ തേജസ്വി യാദവ് എവോൾവ് ചെയ്തതുകൊണ്ട് ലാലു എന്നുള്ളൊരു ഇമേജിൻ്റെ ആവശ്യമില്ല, തേജസ്വി യാദവ് മതി എന്നുള്ളതാവാം. പക്ഷേ ഏത് ആയിരുന്നാലും ശരി, ഈ ഖട്ടാ രാജ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രചരണം, ജംഗിൾ രാജിലേക്ക് മടങ്ങിപ്പോകാൻ ബീഹാർ ചിലപ്പോൾ കഴിയും അല്ലെങ്കിൽ പറ്റിപ്പോവും എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ്, ഒരു ഭീതി പരത്തൽ അവിടെയുള്ള സ്ത്രീ വോട്ടർമാരുടെ ഇടയിലും പഴയ തലമുറയുടെ ഇടയിലും ഒക്കെ വീണ്ടും സജീവമായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ചെറുപ്പക്കാരുടെ വോട്ടുകൾ, അതായത് ആസ്പിറേഷൻ, ഈ പുതിയ തലമുറയുടെ ഒരു ആസ്പിറേഷനുള്ള ഒരു ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾക്ക് തേജസ്വി യാദവ് ആയിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു എക്സിറ്റ് പോളിൽ നിന്നുള്ള ആ ഫലങ്ങൾ നമ്മൾ അനലൈസ് ചെയ്താൽ കിട്ടുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ വന്നത് മെനിഞ്ഞാന്ന് വന്നത് ആക്സിസ് മൈൻഡിയുടെ അവരുടെ ഇതിൽ പോലും 18 മുതൽ ഏകദേശം 30 വയസ്സ് വരെയുള്ള പുതിയ തലമുറയിൽ ഈ പറയുന്ന തൊഴിൽ
തൊഴിലില്ലായ്മ ഒരു വലിയ പ്രചാരണ വിഷയമായി കടന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള 30-ന് മുകളിൽ അല്ലെങ്കിൽ 25 വയസ്സ് 30 വയസ്സ് മുകളിലുള്ളവർക്ക് ആ ഒരു തലമുറയിൽ വീണ്ടും നിതീഷ് ബാബു എന്നുള്ളൊരു പ്രഭാവം അവിടെ നിലനിൽക്കുന്നു എന്നുള്ള തന്നെയാണ്. അതായത് ലീഡർ എന്ന നിലയിൽ തേജസ്വി യാദവ് വേറെ മുന്നോട്ട് കുതിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിലൊക്കെ നേതൃപരമായ പങ്കിലേക്ക് 34 വയസ്സുകാരന് ഉയർന്നു വരുന്നത് കഴിഞ്ഞ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ്. പക്ഷേ കേവലം RJDക്ക് മാത്രമായി ബീഹാറിൽ കാര്യമായി ചെയ്യാൻ കഴിയുമോ എന്ന ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഉൾപ്പെടെ പെർഫോമൻസിലെ കുറവ് കൊണ്ടാണ് സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ പോയത് എന്ന യാഥാർത്ഥ്യം മുൻനിൽക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഫിഗറുകൾ പരിശോധിക്കുമ്പോഴും കോൺഗ്രസ് 8 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ബീഹാറിൽ ലീഡ് ചെയ്യുന്നത്. അതേസമയം RJD 45 സീറ്റിന് മുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. BJPയും സമാനമാണ്, 45 സീറ്റാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ BJP ലീഡ് ചെയ്യുന്ന അത്രയും സീറ്റിൽ RJD ലീഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മഹാഗഡ്ബന്ധനിൽ മറ്റു പാർട്ടികളുടെ പെർഫോമൻസ് മോശമാണ് എന്ന സൂചനയാണ് ഇപ്പോൾ. ഇതൊരു വിലയിരുത്തലിന്റെ സമയമല്ല എങ്കിൽ പോലും ആദ്യ 50 മിനിറ്റിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന കണക്കുകളിൽ ഉള്ളത് രാഘവ്പൂരിൽ ഇപ്പോൾ തേജസ്വി യാദവ് ലീഡ് ചെയ്യുന്നു. ആ വാർത്ത വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. യെസ്.